കോമഡിയൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. പേടിപ്പിക്കുന്ന ഒരു ഹൊററല്ല, ഇതൊരു എന്താണ് ഫാമിലി പ്രേതം എന്ന് വേണമെങ്കിൽ പറയാം. ഷർഫ് ഭയങ്കര പണ്ടത്തെ ദിലീപ് പടമൊക്കെ കാണുന്ന പോലെ കുറേ ചിരിപ്പിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. VFX എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട VFX. അത്യാവശ്യം നല്ല നമ്മളൊരു ക്വാളിറ്റി സ്റ്റഫ് കണ്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിലോട്ടുള്ളൊരു എൻട്രി ഭയങ്കര രസമായിട്ടാണ് ക്ലൈമാക്സിൽ ചെയ്തേക്കുന്നത്. നമ്മൾ ഒരു സിനിമ കാണാൻ വരുന്നത് നമ്മളെ ടെൻഷനൊക്കെ മാറി എൻജോയ് ചെയ്യാനല്ലേ. അതിപ്പോൾ എന്തായാലും ഈ പടത്തിലുണ്ട്. കോമഡി പ്ലസ് ഒരു ഫാൻറ്റസി പടമാണ്. ഫസ്റ്റ് ഹാഫ് ജഗദീഷ് ചേട്ടൻ, ജോണി ചേട്ടൻ, ഷർഫുക്ക അവർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ സീനാണ് വരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ഹൊറർ ഫാൻറ്റസി മൂഡിലാണ് പടം പോകുന്നത്. വളരെ വളരെ നല്ലതാണ്. ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി പറ്റും. ഓക്കെ, എല്ലാവരും നല്ല പെർഫോമൻസാണ്, എല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഒരു ഹൊറർ കോമഡി പടമായതുകൊണ്ട് വന്നിരുന്ന് തിയേറ്ററിൽ വന്ന് കാണണം. അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ആണത്. ഐശ്വലക്ഷ്മി ഷർഫുഖിൻ്റെയൊക്കെ ആ കോംബോയൊക്കെ ഭയങ്കര അടിപൊളിയാണ്. കോമഡിയൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അടിപൊളി ഫിലിം, അടിപൊളി ഫിലിം, ഐശ്വലക്ഷ്മിയുടെ കോമ്പിനേഷൻ വണ്ടർഫുൾ. ഷറഫുദ്ദീൻ്റെ വേറൊരു പിക്ചർ കണ്ടു. ശരിക്കും ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള മോസ്റ്റ്ലി കോമഡി ഓറിയൻറ്റഡ് അങ്ങനെ വേറൊരു രീതിയിലാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പ്രേമം മുതൽ കാണുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ കണ്ടിടത്തോളം ഒരു റിയൽ ഹീറോ ആ ഫീലുണ്ട്. കരിയറിലൊരു ബ്രേക്ക് ത്രൂ. പടം നല്ല പടമാണ്. ഷറഫുദ്ദീൻ, ബിന്ദു പണിക്കർ ഒരു പ്രത്യേക ഒരു ഇതുവരെ കണ്ടിട്ടില്ല. ബിന്ദു പണിക്കർ നമ്മളെ ഇങ്ങനത്തെ ഒരു വേഷം, ആ ഒരു ഹൊറർ കോമഡി മൂഡ് അങ്ങനെ കെയർ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടും. നമ്മളെ ഭൂൽബലിയ, സ്ത്രീ, അങ്ങനെയുള്ള അരമനയൊക്കെ അങ്ങനെ ഒരു ജോണർ കണ്ടവർക്ക് ഏതായാലും പടം ഇഷ്ടപ്പെടും. ഒരു നല്ല ഫ്രെയിമിങ്, എല്ലാ വർക്കൊക്കെ ഷറഫുദ്ദീൻ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജെയ്ക്സിൻ്റെ മ്യൂസിക് നല്ലപോലെ ജെയ്ക്സ് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. ഒരു ഹൊറർ കോമഡി ജോണറിൽ കാണാൻ പറ്റിയൊരു മൂവി. കോമഡിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കണേ. ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് VFX ഒക്കെ നല്ല രസമായിരുന്നു. പ്രൊഡക്ഷൻ ക്വാളിറ്റി അടിപൊളിയായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒരു 20 മിനിറ്റ് അത്യാവശ്യം നല്ലൊരു ബിൽഡപ്പ് നല്ല വരുന്നുണ്ട്. ബിന്ദു പണിക്ക് നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഫാമിലി ഒക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഹൊറർ കോമഡി മൂവി. എല്ലാവരും നല്ലൊരു പെർഫോമൻസ് ചെയ്തു. ഐശ്വര്യയിൽ എല്ലാ നൈസ് പെർഫോമൻസ് ആയിരുന്നു. അല്ല കമ്പാക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. കോമഡീസ് അത്യാവശ്യം വർക്കൗട്ട് ആയിരുന്നു ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും. സോ VFX എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട VFX. അത്യാവശ്യം നല്ല നമ്മളൊരു ക്വാളിറ്റി സ്റ്റഫ് കണ്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടുണ്ട്. ഇതാണ് എന്നത് ഈ സെക്കൻഡ് പാർട്ട് എല്ലാത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കൊണ്ടുവരുന്നത് എന്നാന്ന് അറിയത്തില്ല. ആ സെക്കൻഡ് പാർട്ടിൽ കൊടുക്കാനുള്ള എലമെൻറ്റ്സ് ഫസ്റ്റ് പാർട്ടിൽ തന്നെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് പടം വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തേക്കുന്ന പടമാണ്. കാരണം സെക്കൻഡ് പാർട്ടിലോട്ടുള്ളൊരു എൻട്രി ഭയങ്കര രസമായിട്ടാണ് ക്ലൈമാക്സിൽ ചെയ്തേക്കുന്നത്. രണ്ടിൻ്റെ ഒരു മിക്സാണ്. തിയേറ്റർ വാച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും. നല്ല അടിപൊളി കോമഡി ഹൊറർ ത്രില്ലർ. സൂപ്പർ പടം. ഇൻ്റർവെൽ ഒരു അടിപൊളി ഫുൾ കോമഡി. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം കോമഡി ഉണ്ട്, കോമഡി ഇല്ലാന്നല്ല. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളും പറഞ്ഞ കാരണം അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ പടം ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ പടം. സൂപ്പർ പടം. വർക്കായ കോമഡികൾ, സൂപ്പർ കോമഡി. പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിന്ദു പണിക്കരൊക്കെ രണ്ടാമത് വന്നിട്ട് അതിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസാണ് ബിന്ദു പണിക്കരൊക്കെ ചെയ്തിട്ടുള്ളത്. സൂപ്പർ പടമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. കുറേ കോമഡി ഉണ്ട്, കുറേ ചിരിക്കാനുണ്ട്. പിന്നെ ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറേ മൊമെൻറ്റ്സും ഉണ്ട്. പിന്നെ ഷർഫ് ഭയങ്കര പണ്ടത്തെ ദിലീപ് പടമൊക്കെ കാണുന്ന പോലെ കുറേ ചിരിപ്പിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഇത് അത്ര ഗ്രാൻഡ് സ്കെയിലല്ലെങ്കിൽ കൂടി നമ്മുടെ പരിമിത ബജറ്റിനുള്ളിൽ ഒരു ഗംഭീര ഹൊറർ കോമഡിയാണ് കൂടുതൽ നിൽക്കുന്നത്. ഹൊറർ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കോമഡിയല്ല. പിന്നെ നന്നായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ നമുക്ക് ഈ കഥാപാത്രങ്ങളുടെ ഒരു ബിൽഡപ്പിന് അവർ ആദ്യം ഒരു 10-15 മിനിറ്റിനടുത്ത് ഇവരുടെ ഒരു ചുറ്റുപാട് കാണിച്ച് പിന്നെ പെർഫെക്റ്റ് കാസ്റ്റിംഗ്, നല്ല കാസ്റ്റിംഗാണ് ചെയ്തത്. ഇപ്പോൾ ജഗദീഷ് ആണെങ്കിലും ബിന്ദു പണിക്കരാണെങ്കിലും അതുപോലുള്ള സീനിയർ ആക്ടേഴ്സ് ക്ലൈമാക്സ് രംഗത്തിലേക്ക് വരുമ്പോൾ ബിന്ദു പണിക്കരൊക്കെ കംപ്ലീറ്റ് ആ സീൻ ഓൺ ചെയ്യുന്ന രീതിയിൽ, അത് കോമഡിയുടെ ചരട് ഒരു ഇതിലും വിടാത്ത രീതിയിലാണ് ആ ഹൊറർ കോമഡി കൊണ്ടുവരിക്കുന്നത്. അത് പേടിപ്പിക്കുന്ന ഒരു ഹൊററല്ല, ഇതൊരു എന്താണ് ഫാമിലി പ്രേതം എന്ന് വേണമെങ്കിൽ പറയാം. ഏത് ജനറേഷനും കണക്ട് ചെയ്യാവുന്ന, എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാവുന്ന ഒരു നല്ലൊരു എൻ്റർടൈനർ കണ്ട ഒരു ഫീലാണ്. പിന്നെ ഷറഫുദ്ദീൻ ഐശ്വര്യ കോംബോ. ഷറഫുദ്ദീൻ ഇടയ്ക്ക് സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് മാറിയിട്ട് വീണ്ടും ഈ കോമഡിയിലേക്ക് വരുമ്പോൾ ആ പഴയ മെയ്വഴ നമ്മൾ പ്രേമത്തിലൊക്കെ കണ്ട ആ ഒരു വൺ ലൈൻ കൂടിയുള്ള കോമഡികളും എല്ലാം കൊണ്ടും അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മി ആണെങ്കിലും അതുപോലെ നല്ല കാസ്റ്റിംഗ്, നല്ല ടെക്നിക്കൽ സൈഡ്, നല്ല കഥാതന്തു, എല്ലാം കൊണ്ടും ഒരു നല്ല സാറ്റിസ്ഫൈഡ് വാച്ചായിരുന്നു ഹലോ മൂവി. എല്ലാ എലമെൻസും ഉണ്ട്. ഇപ്പം ഇമോഷൻസ് വൈസ് ആയിരുന്നാലും ഹൊറർ ആയിരുന്നാലും കോമഡി ആയിരുന്നാലും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ലായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഉണ്ട് തീർച്ചയായിട്ടും. കുറേ നാളിന് ശേഷം ഒരു ദിലീപിൻ്റെയൊക്കെ പടം കാണുന്ന ഒരു
ഫീല്